ശുഭ നായർ വ്ളോഗിലേക്ക് ഒന്നുകൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നൂഡിൽസ്, എളുപ്പത്തിൽ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയ വെജിറ്റബിൾസ് എന്തൊക്കെയെന്നാൽ ക്യാരറ്റ് ഒരെണ്ണം എടുത്തു, ബീൻസ്, ഇഞ്ചി വെളുത്തുള്ളി കുറച്ച്, ഒരു 4 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് സവാള, കുറച്ച് ക്യാബേജ്, ഇത്രയുമാണ് ഇന്നിവിടെ ഈ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നൂഡിൽസ് വാങ്ങിച്ച് നമ്മൾ അതിനകത്തെ മസാലയൊക്കെ അത്ര നന്നല്ലല്ലോ. നമുക്ക് വീട്ടിൽ തന്നെ വെജിറ്റബിൾ തന്നെ ഇട്ട് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിച്ചു തരാം. അപ്പം നൂഡിൽസ് വേകാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വന്നിട്ടേ നൂഡിൽസ് അതിലോട്ട് ഇടാവുള്ളൂ. അല്ലെങ്കിൽ നല്ല തിളച്ച് വരുമ്പോഴാണെങ്കിൽ അതിട്ടാൽ കുഴഞ്ഞു പോകാതെ കട്ട പിടിക്കാതെ നന്നായിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് വെള്ളം തിളച്ചിട്ട് ഇടാം. അപ്പം ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം ഒരു അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഇതിന്. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ വേറെ ഏത് ഓയിൽ വേണേലും ഉപയോഗിക്കാം. ഒരു ശകല എണ്ണ കൂടുതൽ ഒഴിക്കണം. ഇത് എല്ലാം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി കുറച്ചരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കണം. ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ലാത്തത്. വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുത്തു. മൂക്കട്ടെ. ഇത് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇത് വരുന്നുണ്ട്. മൂത്ത് വരട്ടെ. ഇത് നൂഡിൽസ് ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ ആണെങ്കിലും ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതേ വെളുത്തുള്ളി, ഇഞ്ചി മൂത്ത് വന്നു. സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ശകല ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി. കാരണം നമ്മൾ നൂഡിൽസിനകത്തും ഒരു സ്വല്പം ഉപ്പിടണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും ഇത്. നൂഡിൽസ് ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമ്മുടെ വെള്ളം അവിടെ തിളച്ച് വന്നപ്പോൾ നമുക്ക് നൂഡിൽസ് കുറേശ്ശെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഇതിന് തീരെ വേവ് കുറവൊന്നുമല്ല, കുറച്ച് വേവുണ്ട് ഇതിന്. ഇതിനകത്ത് സ്വല്പം മഞ്ഞൾപ്പൊടി, സ്വല്പം ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി അത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അവിടെ ഒരു 7-8 മിനിറ്റ് വേണം. അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ നമുക്ക് സവാള വഴറ്റി കൊടുക്കാം.
സവോള വഴന്ന് വരുമ്പോൾ നമുക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ബീൻസ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴന്ന് വരണമെങ്കിൽ ഒരു ടേസ്റ്റ് ആകത്തുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം. ക്യാരറ്റിന് ഇച്ചിരി വേവുണ്ട്, എങ്കിലും തീരെ ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ഇത് കടിക്കാൻ കിട്ടുന്ന ഒരു സുഖമാണ്. ഇപ്പം നമ്മുടെ അത് വെന്ത് വരുന്നുണ്ടോ നോക്കണം. ഇത് വെന്ത് വരുന്നുണ്ട്, ശരിക്കും വെന്തില്ല. ഇവിടെ ഒന്നാവട്ടെ. ഒരു തക്കാളി അരിഞ്ഞ് വെച്ചത്, ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് സ്ഥലം കൂടുതൽ എടുത്തിട്ടുണ്ട്, പക്ഷേ വഴന്ന് വരുമ്പോൾ കുറച്ച് കാണത്തുള്ളൂ. പിന്നെ ഇതിനകത്തൊരു 4 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു കാശ്മീരി ചില്ലി പൗഡർ ഒരു ശകലം ഇടാം. ഞാനൊരു ശകലം ഇടുന്നുണ്ട്. ഇത്രയും ഇങ്ങനെ വഴന്ന് വരുമ്പോൾ സോസ് ഒഴിച്ചും ഇതുണ്ടാക്കാം. പക്ഷെ ഞാനിവിടെ സോസൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിന് കുറച്ച് വേവുള്ളത് കൊണ്ട് എല്ലാം കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം എല്ലാ വെജിറ്റബിൾസും നമ്മുടെ അടുത്തില്ലെങ്കിൽ തന്നെ ക്യാരറ്റും പച്ചമുളകും മാത്രം വെച്ചാണെങ്കിലും ഈ നൂഡിൽസ് തയ്യാറാക്കാം. പിന്നെ നോൺ വെജ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഈ സമയത്ത്, അതായത് ആദ്യമേ നമ്മൾ സവോള ഇട്ടു, പച്ചമുളക് ഇട്ടു, അങ്ങനെ ഇട്ട് കഴിഞ്ഞ സമയത്ത് ചിക്കൻ
ഇച്ചിരി കുരുമുളകും ഉപ്പും എല്ലാം കൂടി ഇട്ട് വേവിച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. സോറി, ചുമ വരുന്നു. നമ്മുടെ നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ എന്തായാലും കുഴപ്പമില്ല. ഒരു 8 മിനിറ്റെങ്കിലും ഇതാകണമെങ്കിൽ ഒന്ന് വെന്ത് നന്നായിട്ട് കിട്ടത്തുള്ളൂ. കുറച്ചും കൂടെ ഒന്ന് വേഗണ്ടോട്ടെ. നമ്മുടെ ഇതായി വരുമ്പോഴത്തേനും അത് റെഡിയാകും. പിന്നെ എനിക്ക് സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. അത് ഞാൻ എടുത്ത് പറയുന്നു, ഒന്നും കൂടെ പറയുന്നു. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് മീറ്റ് മസാല ഒരു ശക്കലം ഇട്ട് കൊടുക്കണം. നന്നായിട്ടാകട്ടെ. നല്ല ഭംഗിയാണ് കാണാൻ. ക്യാരറ്റും ബീൻസും നന്നായിട്ട് എണ്ണ ഒഴിച്ച് നല്ലതായിട്ട് വഴറ്റിയെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം മാസ്കിൻ്റെ മാസ്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്ക്കാമെന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ടെല്ലാവരും തയ്ച്ച് നോക്കി. എല്ലാവർക്കും ഇഷ്ടമായോ അതോ പാടാണോ തയ്ക്കാൻ? എങ്കിലും എല്ലാവരും കണ്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് ശക്കലം കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ഒരു ശക്കലം ഇട്ട് കൊടുത്ത്, ഉപ്പിടണ്ട. പിന്നെ മീറ്റ് മസാല ഒരുപാടൊന്നും ഇടണ്ട, ഒരു സ്പൂൺ ഇട്ടാൽ മതി. ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു 1 സ്പൂൺ ഇട്ടു. ഇല്ലെങ്കിൽ അധികമായാലൊരു മീറ്റ് മസാലയുടെ ഒരു കുത്തൽ മണം പോലെ വരും നമുക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ 1 സ്പൂണല്ല 1.5 സ്പൂൺ, ചെറിയ സ്പൂണിനാണ്. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സിമ്മേലാക്കിയിട്ട് നമ്മുടെ നൂഡിൽസ് എവിടെ വരെ ആയിരുന്നു? നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഊറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ പുറത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ചെയ്തിട്ട് ഞാൻ കൊണ്ടുവരാം. ഞാനിവിടെ ഇപ്പോൾ അത് ഊറ്റി വെള്ളമെല്ലാം കളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം ഇതിൻ്റെ മേളിൽ ഒഴിച്ച്, അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കുക. നന്നായി ഇളക്കണം. ഇതിപ്പം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റ് വെന്തിട്ടുമുണ്ട്. നന്നായിട്ട് ഇളക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല ഇങ്ങനെ ഇളക്കണം 2 കൈ കൊണ്ടും. ഈസി ആയിട്ട് നമ്മൾക്ക് നൂഡിൽസ് റെഡിയായി വരുന്നുണ്ട്. കണ്ടോ? ഒന്നും കുഴഞ്ഞൊന്നും പോകത്തില്ല. നമ്മൾ ഊറ്റിയെടുത്തിട്ട് വെള്ളം മൊത്തം കളഞ്ഞിട്ട് മേളിൽ കുറച്ച് പച്ചവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഇതുപോലെ തന്നെ ഇരിക്കും. മീറ്റ് മസാല അധികം ഇടരുത് കേട്ടോ, 1 സ്പൂൺ ഇട്ടാൽ മതിയേ. ഇപ്പം പാചകത്തിനുള്ളതാണ്.
ഉപ്പ് നമ്മൾ നൂഡിൽസ് ഇട്ട വെള്ളത്തിലും കുറച്ചിടുക, ഇവിടെ വഴറ്റിയതിനകത്തും കുറച്ചിട്ടു, വേറെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്പീഡ് ചെയ്താൽ ചിലപ്പോൾ താഴോട്ട് പോകും. പതുക്കെ ചെയ്താൽ മതി. എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഗുണമുള്ള വെജിറ്റബിൾസാണ്. ക്യാരറ്റ്, ബീൻസ്, സവോള, എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. നമ്മുടെ വെജ് നൂഡിൽസ് റെഡി. നമ്മൾക്ക് തീ ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ വെച്ച് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം, എന്നാലേ എല്ലാ സ്ഥലത്തും പിടിച്ച് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. ഡെക്കറേഷനൊന്നുമില്ല. നമ്മുടെ നൂഡിൽസ് റെഡി. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ. പിന്നെ ഒരു കാര്യം, പുതുതായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.